തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചെടുത്തതിന് പിന്നാലെ ബി.ജെ.പി. സി.പി.എം. പോര് മുറുകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്തെ കൗൺസിലറായ ആർ. ശ്രീലേഖ IPS വി.കെ. പ്രശാന്ത് MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു. ശാസ്തമംഗലത്താണ് വി.കെ. പ്രശാന്ത് MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള മുറിയാണ് വി.കെ. പ്രശാന്ത് MLA ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. താൻ MLA ആണെന്നും മുറി ഒഴിയാൻ സൗകര്യമില്ലെന്നും വി.കെ. പ്രശാന്ത് ശ്രീലേഖയോട് പറഞ്ഞു. അപ്പോൾ ശ്രീലേഖ അടുത്ത തവണ MLA ആയാലും മുറി ഒഴിയില്ലേ എന്ന് ചോദിച്ചു. ശ്രീലേഖയ്ക്ക് ആ മുറിയോട് താല്പര്യമുണ്ട്. ശ്രീലേഖയ്ക്ക് അത് കൗൺസിൽ തൻ്റെ ഓഫീസായി പ്രവർത്തിപ്പിക്കണം എന്നാണ് ആവശ്യം. എന്തായാലും മുറി ഒഴിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പറ്റില്ല എന്നാണ് വി.കെ. പ്രശാന്ത് ശ്രീലേഖയോട് പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തനിക്ക് ആ മുറി ഉപയോഗിക്കാൻ കാലാവധി ഉണ്ടെന്നും കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചാണ് തനിക്ക് ആ മുറി ഓഫീസായി നൽകിയതെന്നും വി.കെ. പ്രശാന്ത് ശ്രീലേഖയോട് പറഞ്ഞു. എന്തായാലും ശ്രീലേഖ നല്ലൊരു രാഷ്ട്രീയക്കാരി കൂടിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. വി.കെ. പ്രശാന്തിനെ ഫോണിൽ വിളിച്ചാണ് ശ്രീലേഖ മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. വി.കെ. പ്രശാന്ത് പറ്റില്ല എന്ന് പറയുകയും ഇരുവരും തമ്മിൽ തർക്കമാവുകയും ചെയ്തത് ഇപ്പോൾ പുറത്തായിരിക്കുന്നു. ശ്രീലേഖ നല്ലൊരു രാഷ്ട്രീയക്കാരിയായി മാറുകയാണ്. ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നഷ്ടമായത് രാഷ്ട്രീയത്തിൽ പരിചയമില്ലായ്മ കൊണ്ടാണ്. BV രാജേഷും ആശാനാഥും മേയറും ഡെപ്യൂട്ടി മേയറുമായപ്പോൾ വെറും കൗൺസിലറായി ഇരിക്കുകയാണ് ശ്രീലേഖ. മറ്റൊന്ന്, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ മത്സരിക്കുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ. അതും കൂടി മുന്നിൽ കണ്ടാണ് ശ്രീലേഖ വി.കെ. പ്രശാന്തിനോട് തന്ത്രപ്രധാനമായ സ്ഥലത്തുള്ള മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടത്. ശാസ്തമംഗലത്താണ് വി.കെ. പ്രശാന്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതോടെ CPM BJP പോര് മുറുകുകയാണ്. ഭരണമേറ്റതിന് പിന്നാലെ വി.കെ. പ്രശാന്തിനെ പോലെ ഒരു ജനകീയ MLA മുറി ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടത് ശ്രദ്ധേയം. ശ്രീലേഖയുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാം എന്നാണ് ശ്രീലേഖ പ്രശാന്തിനോട് പറഞ്ഞത്. പ്രശാന്ത് മുറി ഒഴിയാൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പക്ഷേ മേയർ ഉത്തരവിട്ടാൽ പ്രശാന്തിന് മുറി ഒഴിയേണ്ടി വരും എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും ഓഫീസ് മുറിയെ ചൊല്ലി ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള തർക്കം ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. അധികാരമേറ്റതിന് പിന്നാലെ CPM-നെ ഒതുക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. ആര്യ രാജേന്ദ്രന്റെ കാര്യകാലത്ത് നടന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരും എന്ന് BV രാജേഷ് പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം. എന്തായാലും CPM ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ് BJPക്ക് എതിരെ. പ്രശാന്ത് ശ്രീലേഖയുടെ ആവശ്യം നിരസിക്കുമ്പോൾ മേയർ പ്രത്യേക ഉത്തരവിട്ട് പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ട് അറിയേണ്ടത്. പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള യുദ്ധം മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ശ്രീലേഖ ഫോൺ വിളിച്ചാണ് പ്രശാന്തിനോട് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രശാന്ത് അത് നിരസിക്കുകയും ചെയ്തു. ഇതോടുകൂടി CPM-ഉം BJP-യും തമ്മിൽ നഗരസഭയിൽ കോർപ്പറേഷനിൽ നല്ലൊരു പോര് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. BJP അധികാരം ഏറ്റതോടുകൂടി അവർ ഓരോ നീക്കവും CPM-നെതിരായി നീങ്ങുന്നു എന്നുള്ളതും ശ്രദ്ധേയം. CPM-ന്റെ ശക്തിദുർഗമായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് CPM-ന് വലിയ തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടിയുടെ സൂചനകളാണ് ശ്രീലേഖയുടെ ഈ നടപടിയിലൂടെ തെളിയുന്നതും. എന്തായാലും പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള പോര് മുറുകുന്നു.